ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ശർക്കര വട്ടയപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സർ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് അളവിൽ നൈസായിട്ടുള്ള അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താണ്. ഇതിലോട്ട് 1 മുറി തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ 1 മുറി തേങ്ങ ഇത് ചേർത്ത് കൊടുക്കാം. 1 മുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു 3/4 കപ്പ് അളവിൽ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല ശർക്കര ആയതുകൊണ്ട് നേരിട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ശർക്കര പാനി തയ്യാറാക്കി ചേർത്ത് കൊടുത്താലും മതി. 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരു നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര വട്ടയപ്പല്ല തയ്യാറാക്കണം, അന്നേരം ജീരകം കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത്, ശർക്കര ചേർത്ത പലഹാരങ്ങളിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിലോട്ട് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തോണ്ട്, നന്നായി അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ രാവിലെ തയ്യാറാക്കിയതിൻ്റെ ബാലൻസ് അപ്പത്തിൻ്റെ മാവിരിപ്പുണ്ട്, ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നമുക്ക് മാവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഒരു ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ബാറ്ററാണ്. അധികം പുളിപ്പില്ലാത്ത മാവാണ് ചേർത്ത് കൊടുത്തേക്കണത്. രാവിലെ തയ്യാറാക്കിയതിൻ്റെ ബാലൻസ് ഞാൻ അപ്പം തന്നെ ഇതുപോലെ തന്നെ വട്ടയപ്പത്തിന് തയ്യാറാക്കി വെച്ചതാണ്. ഇതിലോട്ട് 1/2 കപ്പ് അളവിൽ ചോറോ അല്ലെങ്കിൽ അവലോ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അടിച്ചു വെച്ചേക്കണ ഈ മാവ് ചേർത്ത് നമുക്ക് അരച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ വെള്ളം തേയ്പോവും. നമ്മൾ അടിച്ചു കൊണ്ടുവന്ന ചോറ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. നമുക്ക് അപ്പത്തിൻ്റെ മാവ് പൊങ്ങിയെന്ന് നോക്കാം. അപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ റെഡിയാക്കാം. ഞാൻ ആദ്യമേ വേറൊരു പാത്രത്തിലാണ് ഇത് കുഴച്ച് വെച്ചത്. എന്നാലും അത് ഒത്തിരി വീർത്ത് വന്നപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റിയതാണ്, അല്ലെങ്കിൽ പുറത്തോട്ട് പോകുമായിരുന്നു. ഞാനൊരു പ്ലേറ്റിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നോക്കാം. നമ്മുടെ അപ്പം ഇവിടെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ 2 അപ്പമാണ് റെഡിയായി കിട്ടിയേക്കുന്നത്. നമ്മുടെ അപ്പം നമ്മൾ പ്ലേറ്റിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതും നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശർക്കര വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വട്ടയപ്പമാണ് നമ്മൾ റെഡിയാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ നിങ്ങളാരും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.